ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ? നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു വിഷു ആണ് കേട്ടോ ഇന്ന്. എത്രയൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചെന്ന് പറഞ്ഞാലും പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ആ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ വിഷുവിന് കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലല്ലല്ലോ, നാട്ടിലൊരു സന്തോഷവും ഇപ്പോൾ കിട്ടാറില്ല. ഇത്തവണ ആ വിഷു ആഘോഷിച്ചപ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ്റെ മോനാണ് കേട്ടോ. ആളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ട് ശരിക്കും നമ്മൾ നെട്ടിപ്പോയി. ആളെ ഞാൻ രാവിലെ കണ്ണടച്ച് കട്ടിലിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര കരച്ചിലാവും, കണ്ണ് പൊത്തിയല്ലേ എഴുന്നേൽപ്പിക്കുന്ന. പക്ഷെ നേരെ ഓപ്പോസിറ്റായിട്ട് ആളെന്നോട് ചോദിക്കുകയാണ്, അമ്മേ കണി കാണാനാണോ, ആദിക്ക് മുണ്ടെടുക്കണം എന്നാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്ന് കണി കാണിച്ചതിന് ശേഷം വീണ്ടും ആളെ കൊണ്ടുപോയി മുണ്ടുടുപ്പിച്ചിട്ട് വന്ന് എടുത്തതാണ്. ആള് കണിക്ക് കല്യാണം എന്നാണ് പറയുന്നത്. അപ്പം എന്നോട് ഭയങ്കര ഹാപ്പി ആയിട്ട് കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വിളിച്ച് ചാച്ചനെ ചാച്ചനെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയാണ് കേട്ടോ ഞാൻ ചാച്ചാന്ന് വിളിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, എനിക്ക് ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനെ വിളിക്കുക, അവിടെ ചേട്ടത്തിയുണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ കാണിക്കുക, അവിടുത്തെ വിശേഷമൊക്കെ തിരക്കുക. അതൊരു സ്ഥിരം പരിപാടിയാണ്. വിശേഷ ദിവസം അല്ലെങ്കിൽ നമ്മളെന്നും വിളിക്കും, പക്ഷെ ഇതുപോലെ രാവിലെ തന്നെ വിളിക്കില്ല. ഇതിപ്പോൾ നമ്മൾ രാവിലെ വിളിച്ച് ഇവിടത്തെ കണി അവിടെയും കാണിച്ചു കൊടുത്തു, അവിടുത്തെ കണി നമ്മളും കാണും. അതൊക്കെ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര ദൂരെ നിന്നാലും നാടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വിട്ട് പോവാതിരിക്കുക, അത് നോക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ. അതിന് നമ്മളിങ്ങനെ എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിക്കുന്നതൊക്കെ അത്യാവശ്യമാണ്. കൈനീട്ട് തരാൻ പറ. അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു. ഇഡ്ഡലി മുടിയൊന്നും മാറ്റണം, ഇഡ്ഡലിയൊക്കെ തരാം. നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. ഇടയ്ക്ക് വെച്ച് പഠനമായി പോകാൻ സാധ്യതയുള്ള എന്തോ അമ്മയും നമുക്ക് ഉണ്ടാക്കാനുള്ളത് അതെ. ഇതിന് വേറെ ഡ്രസ്സ് ഞാൻ കുളിക്കണ്ടേ, അമ്പലത്തിൽ പോകണ്ടേ, പെട്ടെന്ന് പോയി. നിങ്ങൾ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടോ നക്ഷത്രബലാണ്. അമ്മയ്ക്കും ഏട്ടായിക്കും ഇത് ഭയങ്കര വിശ്വാസമാണ്. രാവിലെ എഴുന്നേറ്റ് വിഷുവിൻ്റെ നക്ഷത്രബലം കേൾക്കുകയാണ് എല്ലാവരും. ആദ്യം തന്നെ മക്കളെ രണ്ടുപേരെ അങ്ങ് ഒരുക്കിയേക്കാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ അവസാനം നമ്മുടെ നെട്ടോട്ടത്തിൽ അവസാനം ഇവരെ കൂടി ഇട്ട് ഓടിക്കേണ്ടി വരും. അങ്ങനെ കുഞ്ഞുപ്രിക്ക് അവളുടെ പുതിയ ഉടുപ്പാട്ടോ വിഷുക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട്. ആളെ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണ്. പിന്നെ നമ്മൾ ഇന്നലെ എഴുതിയ കണ്ണുണ്ടോ, അത്ര വലിയ വൃത്തിയോടൊന്നും ഇല്ല കേട്ടോ. അവൾ എപ്പോഴും എഴുതാത്തതുകൊണ്ടായിരിക്കും എഴുതി കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചേട്ടനെയും മുണ്ടൊക്കെ ഉടുപ്പിച്ച് രണ്ടുപേരെയും കൂടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തപ്പം രണ്ടുപേരും ഭയങ്കര ഹാപ്പി. ആദ്യമായിട്ടോ ശരിക്കും ഹാപ്പി. അവനെന്തോ വലിയ ചേട്ടനായ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ വാക്ക് തെറ്റിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനെന്തേ പോയി കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അച്ഛനും മോനും കൂടെ സദ്യ ഒരുക്കത്തിനാണ് പ്രിപ്പറേഷൻസ് നടത്തുന്നത്. കുഞ്ഞുപ്രിയേ കഴിയണ്ടടാ, കരയുന്നവരാ. ഓ, ഇനി കുറച്ചേരം അമ്മയെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല എന്നല്ല, അമ്മ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പം ഇടയ്ക്ക് കയറിയ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അമ്മയ്ക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കാരണം ആൾ സ്പീഡിലായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ ചെന്ന് സ്ലോ മോഷൻ കളിക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മ കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വലിയ പരിപാടിയൊന്നുമില്ല, എല്ലാത്തിനും ഒന്ന് കടുക് വറുത്ത് ഒഴിക്കണമായിരുന്നു. പിന്നെ അവിയൽ ലാസ്റ്റ് ഉണ്ടാക്കിയത് അവിയലാണ്. അവിയൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണമായിരുന്നു. അല്ലാതെ വലിയ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി എൻ്റെ വിഷു സദ്യ സ്പോൺസർഡ് ബൈ അമ്മയാണ് കേട്ടോ. അച്ഛനും മോനും കൂടെ ഏറ്റെടുത്ത് സദ്യ വിളമ്പലും ഇലയിടയിലും ഒക്കെ. ആദ്യക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മളെന്നും ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ ഈ ഇലയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് പപ്പടം കെട്ടെടുക്കുന്നു. പിന്നെ ആദ്യമേ കയറിയെങ്കിരുന്നു, ആദ്യം ഭക്ഷണം കണ്ടിരുന്നത്.
പണ്ടുള്ളവർ പറയാറില്ലേ, അമ്മമാർ കഴിക്കാൻ എടുക്കുമ്പോൾ മക്കൾ കരയുന്നു. അതിലെന്തോ സത്യാവസ്ഥയുണ്ട്. അതേ കണ്ടോ, കറക്റ്റ് സദ്യ കഴിക്കാനായപ്പോൾ ആള് കരച്ചിൽ തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെയോ ഉറക്കി കിടത്തിയതേ നമ്മുടെ വിഷു സദ്യ, നമ്മുടെ സാധ്യ കുട്ടിയുടെ ആദ്യത്തെ വിഷു സദ്യ. അവൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും അതിനും കൂടെ ചേർത്ത് നമ്മളങ്ങ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യക്കുണ്ടായിട്ടുണ്ടോ, ഇപ്പം അവൻ്റെ മെയിൻ പരിപാടി അവൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും അത് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആളെനിക്ക് വാരി തന്നതിന് അവനും കൊണ്ടുവന്ന് വാരി തന്നതാണ്. ഈ ഇലയിൽ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ എന്തിനും കിട്ടില്ല. എല്ലാ കറിയും കൂട്ടി കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചുണ്ടല്ലോ, എൻ്റെ മാഷേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ലല്ലേ. പിന്നെ ഇതിനാണ് ഫുൾ ടൈം വെയിറ്റിങ്. ലാസ്റ്റുള്ള ഒരു പീസ് പഴവും ബാക്കി പായസവും. പപ്പടം തീർന്നു പോയിട്ടോ, പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കിടിലായാണ്. പപ്പടവും പഴവും പായസവും ചേർത്ത് അങ്ങോട്ട് എവിടെ അങ്ങോട്ട് അടിക്കണം. എന്നിട്ട് പിന്നെ ഒരു ഉറക്കം. ഇനി ആടനെ ഉറങ്ങാൻ വിടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.